ഇവിടെ 15 മിനിറ്റ് തിരിയുന്നതൊന്നുമല്ല വിഷയം. ഈ വിമത വൈദികന്മാരുടെ ധാർഷ്ട്യം ജയിക്കണം, അവരുടെ ഗുണ്ടായിസം ജയിക്കണം, സഭയും മെത്രാന്മാരും മാർപ്പാപ്പായും തോക്കണം, യേശുക്രിസ്തു തോക്കണം, സാത്താൻ ജയിക്കണം. കുർബാന സഭയുടേതായിരിക്കരുത്, വൈദികന്റെ സ്വന്തം വകയായിരിക്കണം. അവൻ ഇഷ്ടം പോലെ ചൊല്ലണം, നിയമം അനുസരിക്കുന്നില്ല, കുത്തഴിഞ്ഞ് ജീവിക്കണം. ഇതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിഷയം. ഈ വിമത വൈദികർക്കിടയിലെ വിഷയം ഇത് മാത്രമാണ്. അതിന് വിശ്വാസികൾ ഇനി അത് വകവെച്ച് കൊടുക്കരുത്. അതിനെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കൊതവറപ്പള്ളിയിൽ അത് വിശ്വാസികൾ തുടങ്ങി വെച്ചു. കൊതവറപ്പള്ളിയിലെ വികാരിയുടെ ധാർഷ്ട്യം, അവിടുത്തെ തിരുനാളിന് തോട്ടുപുറം അച്ഛനെ തല്ലിയ വിമത വൈദികനായ ജെറിൻ പാലത്തിനിങ്ങനെ പ്രസംഗിപ്പിക്കും. തിരുനാൾ സന്ദേശം ജെറിനെ കൊണ്ട് കൊടുപ്പിക്കും എന്ന് അവസാന നിമിഷം വരെ ശാഠ്യം പിടിച്ച വികാരി കോനുപറമ്പൻ അവസാനം വിശ്വാസികളുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി. ഇതുപോലെ വിശ്വാസികൾ പ്രതികരിക്കാൻ തുടങ്ങിയാൽ ഒരു വിമത വൈദികനും പിടിച്ചു നിൽക്കാൻ ഒക്കുകയില്ല. വിശ്വാസികൾ ശക്തി പ്രാപിക്കണം, സംഘടിക്കണം. വിശ്വാസികൾക്ക് ഇവിടെ ക്ഷാമമില്ല. മാർപ്പാപ്പായോടും സമയോടും ഒപ്പം നിൽക്കുന്ന വിശ്വാസികൾ അനവധിയാണ്. പക്ഷെ അവർ ചങ്കൂറ്റത്തോടെ നേരെ വരുന്നില്ല എന്നതാണ് പ്രശ്നം. വൈദികനെ പിണക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ മൊണ്ണ വിശ്വാസികളുടെ ചിന്ത. ഈ വൈദികനൊന്നും, സഭയനുസരിക്കാത്ത വൈദികനൊന്നും ഈ സാത്താൻ സന്തതികളാണ്. അവനെ അനുസരിക്കുന്നത് സാത്താനെ അനുസരിക്കുന്നതിന് തുല്യമാണ്. ഇവൻ്റെ സാത്താൻ കുർബാന കാണുകയില്ല എന്ന് വിശ്വാസികൾ ദൃഢപ്രതിജ്ഞ എടുത്താൽ ഇവനൊക്കെ വരച്ച വരയിൽ വരും. അവന് വിശ്വാസികൾ കുർബാന ചൊല്ലിക്കാതിരുന്നാൽ ഇവർക്ക് പണം എവിടെ നിന്ന് കിട്ടും? അവർ തനിയെ സഭയുടെ വഴിക്ക് വരും. ഇത് ചിന്തിക്കാൻ വിശ്വാസികൾ തയ്യാറാകണം. അങ്ങനെ ചിന്തിക്കുകയും അതിന് തയ്യാറെടുക്കുകയും ചെയ്യുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിഷയം പരിഹൃതമാവും. കൊതവറപ്പള്ളിയിൽ നിന്നും തുടങ്ങിയത് ബസിലിക്ക പള്ളിയിൽ നിൽക്കുകയാണ്. അത് അവിടുന്ന് വ്യാപിച്ച് ഓരോ ഇടവകയിലേക്കും വ്യാപിക്കട്ടെ എന്ന് ആശംസിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവ് മുമ്പേ നയിക്കട്ടെ എന്ന് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.